24 മെഗാ ബ്രേക്കിംഗ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ യു ടേൺ. ആചാര സംരക്ഷണത്തിന് അനുകൂലമായ നിലപാടെടുക്കാൻ നീക്കം. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ സുപ്രീം കോടതിയിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണെന്ന് വ്യക്തമാക്കും. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നാളെ സുപ്രീം കോടതിയെ അറിയിക്കും. CPM നിലപാടിൽ മാറ്റമില്ലെന്നും പാർട്ടി എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഞങ്ങൾ ഒരു മാറ്റവും ഉദ്ദേശിക്കുന്നില്ല. ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഒരു നിലപാട് മാറ്റവും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. എല്ലാ കാലത്തും വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. എന്തായാലും അടിക്കടി നിലപാടുകൾ മാറ്റുകയാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമെന്ന് ശബരിമല കർമ്മസമിതി സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കുറ്റപ്പെടുത്തുന്നു. ശ്രീത്ത് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ സർക്കാരിന്റെ ഒരു യു ടേൺ എന്നുള്ള വാർത്ത ഇന്ന് 24 പുറത്തുവിടുന്നത്. അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയും രംഗത്ത് വന്നിരുന്നു. പക്ഷെ അപ്പോഴും പറയുന്നു CPMന്റെ നിലപാടിൽ മാറ്റമില്ല. അതെന്ത് ന്യായീകരണമാണ് ശ്രീത്ത്? അതോടൊപ്പം തന്നെ ഇപ്പോൾ മന്ത്രിസഭാ യോഗം എപ്പോഴാണ് ചേരുക? വിവരങ്ങൾ എന്താണ്? ശബരിമല യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെ അനുകൂലിക്കുന്ന സമീപനമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ചത്. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതോടെയാണ് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ CPIM നിർബന്ധിതമായത്. ഇപ്പോൾ സുപ്രീം കോടതി സർക്കാരിന്റെ അഭിപ്രായം ഈ യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഹർജിയിന്മേൽ ഒരു സർക്കാർ നിലപാട് ആരായുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിനെ പറ്റിയുള്ള ആലോചനയാണ് ഇന്നത്തെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ നടന്നത്. ഇവിടെ ലിംഗസമത്വത്തിന് എതിരായ ഒരു സമീപനം എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കഴിയില്ല. എന്നാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഒരു കടുംപിടുത്തമായി മുന്നോട്ട് പോയാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടിക്കും എന്നും CPIM അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പുരോഗമനമായ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് തന്നെ ഈ വിശ്വാസപരമായ കാര്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കുന്ന ഒരു സമീപനമാണ് CPIM സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സത്യവാങ്മൂലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിയമമന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഇതായിരുന്നു. ഹിന്ദുമത വിശ്വാസത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അഴിമതിരഹിതരായ സാമൂഹ്യ പരിഷ്കർത്താക്കളും അടങ്ങുന്ന കമ്മീഷനെ നിയോഗിച്ച് അവരുടെ അഭിപ്രായത്തിന് പരിഗണന കൊടുക്കേണ്ടത് വിശ്വാസ സമൂഹത്തിന്റെ ആവശ്യമാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും വിശ്വാസ സമൂഹത്തിന്റെയും താല്പര്യങ്ങൾ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് ഇക്കാര്യത്തിൽ വേണം. അതായത് ഈ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊരു തീരുമാനം അത് കേവലം ഭരണഘടനാ പ്രശ്നമോ നിയമപരമായ പ്രശ്നങ്ങളോ മാത്രമായി കാണാൻ കഴിയില്ല. അതൊരു സാമൂഹ്യ പ്രശ്നം കൂടിയായി വരുന്നതുകൊണ്ട് എല്ലാ വിഭാഗവുമായി ആലോചിച്ച ഒരു തീരുമാനത്തിലെത്തണം. അങ്ങനെയാണ് പണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൾപ്പെട്ട ഒരു സമിതിയുമായി ആലോചിക്കണമെന്നൊരു നിലയിലേക്ക് CPIM വരുന്നത്. അതുകൊണ്ടാണ് അത് പൊതിഞ്ഞാണ് അതാണ് തങ്ങൾ മറ്റെല്ലാവരുമായി ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദൻ അർത്ഥമാക്കിയത്. നേരത്തെ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിലും അത്തരം ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമീപനം എടുക്കുന്നത്. എന്തായാലും വിശ്വാസ സംരക്ഷണത്തിന് അനുകൂലമായൊരു സമീപനത്തിലേക്ക് ആചാര സംരക്ഷണത്തിന് അനുകൂലമായ സമീപനത്തിലേക്ക് വരുന്നു. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ യുവതീ പ്രവേശനത്തെ യുവതീ പ്രവേശനത്തിനെ എതിർക്കുന്നവരെ നഖശികാന്തം തള്ളുന്ന ഒരു സമീപനം ഇപ്പോൾ CPIMനില്ല. യുവതീ പ്രവേശനത്തോട് അനുകൂലമായ സമീപനത്തിലേക്ക് CPIM വരികയാണ്. എന്നാൽ അപ്പോഴും പാർട്ടിയുടെ ഒരു പുരോഗമന വീക്ഷണത്തിന്റെ മറവിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ശ്രീത്ത്, അത് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആ രീതിയിലുള്ള നിലപാടെടുത്ത ഒരു പാർട്ടി ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഇനി അത് ഏത് രീതിയിലാണ് ഈ പ്രവർത്തകരെയും ജനങ്ങളെയും ഒക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക? അതിനായി എന്തെങ്കിലും രീതിയിലുള്ള പ്ലാൻ ആസൂത്രണങ്ങൾ പാർട്ടിയിൽ CPIM നടക്കുന്നുണ്ടോ? ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ചേരുന്ന മന്ത്രിസഭാ യോഗമാണ് ഈ യുവതീ പ്രവേശന കാര്യത്തിലെ സർക്കാർ നിലപാട് എന്താണെന്ന കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. നയരൂപീകരണ വേദി എന്ന നിലയിലാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും LDFനകത്തെ ആശയവിനിമയമൊക്കെ ഈ കാര്യത്തിൽ നടക്കുന്നത്. എന്നാൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് സംബന്ധിച്ച് CPIMന്റെയും LDFന്റെയും നിർദ്ദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുക. മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുന്ന സമീപനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായിരിക്കും. ഇത് കേവലം ഭരണഘടനാ പ്രശ്നം മാത്രമായി ഈ യുവതീ പ്രവേശനത്തെ സമീപിക്കാൻ കഴിയില്ല. മറിച്ച് അത് വിശ്വാസപരമായ പ്രശ്നത്തിന് എല്ലാ വിഭാഗം ആളുകളെ പ്രത്യേകിച്ചും പണ്ഡിതരുടെയും അഴിമതി വിരുദ്ധരായ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ഒക്കെ അത്തരമൊരു കൺസൾട്ടേഷൻ വേണം, അവരുമായിട്ടൊരു ആലോചന വേണം. ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നൊരു സമീപനം എടുക്കുന്നത്. ആ സമീപനം തന്നെയായിരിക്കും സർക്കാർ ഇന്ന് സ്വീകരിക്കാൻ പോകുന്നത്. മന്ത്രിസഭ ആ നിലപാട് കോടതി അറിയിക്കും. നാളെ കോടതിയിൽ ഈ വിവരങ്ങൾ അറിയിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്.
യെസ്, ആർ ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്രീത്ത് നേരത്തെ സൂചിപ്പിച്ച ക്യാബിനറ്റ് യോഗം ഓൺലൈനായി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദീപക് ധർമ്മടം നൽകുന്ന മറ്റൊരു വാർത്ത. 4 മണിക്ക്, കൃത്യം 4 മണിക്ക് ആ യോഗം തുടങ്ങിയിട്ടുണ്ട്. അജണ്ടകൾ ഏറെയുണ്ട് എന്നുകൂടി പറയുന്നു. ക്യാബിനറ്റ് തീരാൻ അതുകൊണ്ട് തന്നെ സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർണായക അജണ്ടകൾ ഉണ്ട് ഈ യോഗത്തിൽ എന്നുകൂടി ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആർ അച്യുതൻ കൂടി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, നാളെയാണ് സംസ്ഥാന സർക്കാർ നിലപാട് കൃത്യമായി സുപ്രീം കോടതിയെ അറിയിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും തുടർ നടപടികൾ കോടതിയിൽ നിന്ന് ഉണ്ടാവുക. എന്തായാലും നിലപാടിൽ മാറ്റം വരുത്താൻ പോകുന്നു. അത് മന്ത്രിസഭായോഗം അത് ചർച്ച ചെയ്ത് അതിന് അന്തിമ തീരുമാനമെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മാസം 14-നുള്ളിൽ തന്നെ അത് അറിയിക്കണം എന്നൊരു നിർദ്ദേശം നേരത്തെ സുപ്രീം കോടതി നൽകിയിരുന്നല്ലോ. നാളെ കോടതിയിൽ നടക്കുന്നത് എന്താണ്? പ്രജിൻ, സുപ്രീം കോടതി ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട കക്ഷികളോട് വാദം എഴുതി നൽകാൻ പറഞ്ഞ അവസാന ദിവസം അത് നാളെയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ നാളെ ഈ സർക്കാരിന്റെ നിലപാട് എന്ന് വിശദീകരിക്കുന്ന എഴുതി നൽകുന്ന വാദങ്ങൾ സമർപ്പിക്കുക. ഇന്നിപ്പോൾ ഈ ലോ സെക്രട്ടറിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലും ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇരുവരും കേരള ഹൌസിലാണ് ഉള്ളത്. നാളെ ആയിരിക്കും ഇത് ഫയൽ ചെയ്യുക എന്ന കാര്യം കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ നാളെ നൽകുന്ന നിലപാട് അറിയിച്ചിട്ടുള്ള വാദങ്ങൾ അത് മുൻനിർത്തി തന്നെയായിരിക്കും കേസിൽ വാദം ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ സർക്കാരിന് നിലപാട് സ്വീകരിക്കാൻ കഴിയുക. അതിൽ നിന്നൊരു വ്യതിചലനം ആ ഘട്ടങ്ങളിൽ അത്തരത്തിൽ വ്യതിചലിക്കുവാനായി സർക്കാരിന് കഴിയുകയില്ല. അപ്പോൾ സ്വാഭാവികമായും ശബരിമല യുവതി പ്രവേശനത്തിൽ എന്താണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനവും നിലപാടും എന്ന കാര്യത്തിലുള്ള ഒരു വ്യക്തമായ ധാരണ ആ വാദങ്ങളിൽ, എഴുതി നൽകുന്ന വാദങ്ങളിൽ ഉണ്ടായിരിക്കും. അതിപ്പോൾ നിലപാട് മാറ്റങ്ങളിലേക്കാണ് സംസ്ഥാന സർക്കാരിനെ എത്തിച്ചിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മറ്റൊരു ഘടകവുമാണ്. ഒപ്പം തന്നെ സർക്കാരിന്റെ നിലപാടിനെ വിമർശിച്ച് പലരും ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ടത് എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമെതിരെ ഈ ശബരിമല കർമ്മസമിതി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി. അതായത് അതിൽ പറയുന്നത് ഈ അടിക്കടി നിലപാടുകൾ മാറ്റുകയാണ് ഇരു കൂട്ടരും എന്നുള്ള ഒരു വിമർശനം ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇരട്ടത്താപ്പാണ് സർക്കാരും ബോർഡും സ്വീകരിക്കുന്നത്, നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ നേരത്തെ തന്നെ ഈ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനും വാദം എഴുതി നൽകി. അതിൽ പറയുന്നത് യുവതി പ്രവേശന വിധി, ആ വിധി 2018 വിധി നിലനിർത്തണം എന്നുള്ളതാണ്. സ്ത്രീകളുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട വിഷയമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ വാദങ്ങളിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി ഈ വിഷയത്തിൽ പ്രധാനമായും പരിഗണിക്കുന്നത് ഈ മതാചാരങ്ങളിൽ കോടതി ഇടപെട്ട് ലിംഗസമത്വം ഉറപ്പാക്കണോ എന്നുള്ള ഒരു പ്രശ്നമാണ്. ആ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ ഭരണഘടനയിലെ തന്നെ പല വിഷയങ്ങൾ പരസ്പരം കുരുങ്ങിക്കിടക്കുന്ന സങ്കീർണമായ വിഷയങ്ങളാണ് കോടതിക്ക് മുമ്പിലുള്ളത്. നിലവിലത് 7 വിഷയങ്ങളായിട്ടാണ്, ഭരണഘടനാ വിഷയങ്ങളായിട്ടാണ് തരംതിരിച്ച വാദം കേൾക്കുന്നത്. ഒപ്പം തന്നെ കക്ഷികളെ അറിയിച്ചിട്ടുള്ളത് മറ്റേതെങ്കിലും ഭരണഘടനാ വിഷയം ചൂണ്ടിക്കാണിക്കണമെന്നുണ്ടെങ്കിൽ അതും നാളേക്കകം തന്നെ അത്തരം കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതും കോടതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഏപ്രിൽ 7-നായിരിക്കും വാദം കേൾക്കൽ ആരംഭിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.